വളരെയധികം ന്യൂട്രീഷണൽ വാല്യൂ അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഉത്തമവുമായിട്ടുള്ള സീഡ് വിഭാഗത്തിൽ പെടുന്ന ഒന്നാണ് ചെറുചണവിത്ത് അഥവാ ഫ്ലാക്സ് സീഡ്സ് എന്ന് പറയുന്നത്. കേരളത്തിൽ ഏകദേശം 5-6 വർഷമായിട്ടേ ഉള്ളൂ ഫ്ലാക്സ് സീഡ്സ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അത് തന്നെ കഴിഞ്ഞ 2 വർഷമായി വളരെ കോമൺ ആയിട്ട് മലയാളികൾ ഉപയോഗിക്കുന്നുണ്ട് ഫ്ലാക്സ് സീഡ്സ്. അതായത് നമുക്കറിയാം, പണ്ടൊക്കെ ആണെങ്കിൽ വൈദ്യശാലകളിൽ മാത്രമായിരുന്നു ഈ ചെറുചണവിത്ത് കിട്ടിയിരുന്നത്. എന്നാൽ ഇന്ന് വളരെ കോമൺ ആയിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമ്മൾ മലയാളികൾ വളരെയധികം ഇത് ഉപയോഗിക്കുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ പലപ്പോഴും ഫ്ലാക്സ് സീഡ്സിന്റെ ആരോഗ്യ ഗുണങ്ങൾ കൃത്യമായി അറിയാതെ, കൃത്യമായി അത് എത്ര ഡോസിൽ ഉപയോഗിക്കണം എന്നൊക്കെ അറിയാതെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഫ്ലാക്സ് സീഡ്സിന്റെ കൃത്യമായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും കൃത്യമായ അളവിൽ എപ്പോൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നും ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധാരാളം ഫൈബേഴ്സും ഫാറ്റി ആസിഡ്സും വൈറ്റമിൻസും അതുപോലെ മെഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരുപാട് ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒരു സൂപ്പർ ഫുഡാണ് ഫ്ലാക്സ് സീഡ്സ് അഥവാ ചെറുചണവിത്ത് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് ശരീരഭാരം നിയന്ത്രിക്കാൻ. അതായത് ഫ്ലാക്സ് സീഡ്സിൽ 80% സോലുബിൾ ഫൈബേഴ്സ് ആണുള്ളത്, ബാക്കി 20% ഇൻസോലുബിൾ ഫൈബേഴ്സുമാണ്. ഈ നാരുകൾ നമ്മുടെ ഡൈജഷനെ വളരെ കൃത്യമായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും അതുപോലെ നമ്മുടെ മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഈ ഫൈബേഴ്സ് കാരണം നമുക്ക് ഫ്ലാക്സ് സീഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം നമ്മുടെ വയറ് ഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരികയും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ അളവ് കുറയുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നു. ധാരാളം നാരുകൾ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് നമ്മുടെ ചെറുകുടലിനെയും വൻകുടലിനെയും ഒക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലാക്സ് സീഡ്സ് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ആയുർവേദ വിധി പ്രകാരം നമ്മുടെ അഗ്നി കൃത്യമാണെങ്കിൽ, അതായത് നമ്മുടെ ദഹനം വളരെ കൃത്യമാണെങ്കിൽ 70% രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടും. അപ്പോൾ നമ്മുടെ ദഹനം വളരെ കൃത്യമാവാൻ വേണ്ടിയിട്ട് ഈ ചെറുചണവിത്തിലുള്ള ഫൈബേഴ്സ് നമ്മളെ ധാരാളം സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ആർത്തവ സംബന്ധമായ തകരാറുകൾക്ക്. അതായത് നമ്മുടെ ഫ്ലാക്സ് സീഡ്സിൽ ലിഗ്നിൻ എന്നൊരു രാസവസ്തുക്കുണ്ട്. ഈ രാസവസ്തു സ്ത്രീ ഹോർമോണായ ഈസ്ട്രജനെ അതിനെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു. അതായത് നമ്മുടെ ഈസ്ട്രജന്റെ ലെവൽ കൂടുതലാണെങ്കിൽ അതിനെ നോർമലിലേക്ക് കൊണ്ടുവരാനും കുറവാണെങ്കിൽ കൂട്ടി നോർമലിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഈ ലിഗ്നിൻ എന്ന് പറയുന്ന ഫ്ലാക്സ് സീഡ്സിലെ രാസപദാർത്ഥം വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ അണ്ടോൽപാദനത്തിന്റെ സമയത്ത് കൃത്യമായ രീതിയിൽ അണ്ടോൽപാദനം നടക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ ആർത്തവ വിരാമമായിട്ടുള്ള സ്ത്രീകളിൽ പലപ്പോഴും ഈസ്ട്രജന്റെ ഏറ്റക്കുറച്ചിലുകൾ കാണാറുണ്ട്. ഈ ഏറ്റക്കുറച്ചിലുകൾ ഒഴിവാക്കി അവർക്ക് പെട്ടെന്ന് വിയർപ്പ് വരിക, അതുപോലെ തന്നെ ദേഷ്യം വരിക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ദേഹത്തിന് ചൂട് കൂടുതൽ അനുഭവപ്പെടാറുണ്ട്. ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്ലാക്സ് സീഡ്സ് വളരെയധികം സഹായകമാണ്. അതുപോലെ തന്നെ PCOD ഉള്ളവർക്ക്, അതായത് അമിതവണ്ണവും കാരണം PCOD വരുന്നവർക്ക് ശരീരഭാരം നിയന്ത്രിക്കുകയും അതുപോലെ അണ്ടോൽപാദനം കൃത്യമായി നടക്കാനും ഒക്കെ തന്നെ ഫ്ലാക്സ് സീഡ്സ് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ പ്രീ മെൻസ്ട്രൽ സിംറ്റംസ്, അതായത് നമുക്ക് ആർത്തവം വരുന്നതിന്റെ മുന്നേ ആയിട്ട് സ്ത്രീകൾക്ക് പലപ്പോഴും മാനസികമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. വളരെയധികം ദേഷ്യം തോന്നുക, സങ്കടം തോന്നുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ സ്ത്രീ ഹോർമോണായ ഈസ്ട്രജനിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഇതിനെ എല്ലാം നിയന്ത്രിച്ചു നിർത്താൻ നമ്മുടെ ഫ്ലാക്സ് സീഡ്സിലുള്ള ഈ ലിഗ്നിൻ എന്ന രാസപദാർത്ഥം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആർത്തവ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഫ്ലാക്സ് സീഡ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഗർഭിണിയാവാൻ ആഗ്രഹിക്കുന്നവർക്കും ഫ്ലാക്സ് സീഡ്സ് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ അണ്ടോൽപാദനം നടക്കുകയും പ്രഗ്നൻസിക്ക് ചാൻസസ് കൂടുതലുമാണ്. അപ്പം ഇതിന്റെ രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് ആർത്തവ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഫ്ലാക്സ് സീഡ്സ് വളരെയധികം സഹായകമാണ്. അടുത്തത് നമ്മുടെ ശരീരത്തിലെ BP-യും കൊളസ്ട്രോളും കുറയ്ക്കാനും അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ എല്ലാ രോഗങ്ങളും, അതായത് നമ്മുടെ ഫ്ലാക്സ് സീഡ്സിൽ ധാരാളം
omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഈ omega-3 ഫാറ്റി ആസിഡ്സ് നമ്മുടെ കൊളസ്ട്രോളിന്റെ ലെവൽ നോർമലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. അതുപോലെ omega-3 ഫാറ്റി ആസിഡ്സ് ഹൃദയ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും വളരെ നല്ലതാണ്. ഹൃദയകോശങ്ങൾക്ക് ബലം നൽകുന്നതോടൊപ്പം തന്നെ പലതരത്തിലുള്ള കൊറോണറി ആർട്ടറി ഡിസീസുകളെ ഒക്കെ തന്നെ തടുക്കാനും ഈ omega-3 ഫാറ്റി ആസിഡ്സിന് ഒരു കഴിവുണ്ട്. ഫ്ലാക്സ് സീഡ്സിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നതും ഇതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നിയന്ത്രിക്കാനും ഒക്കെ തന്നെ ഇത് വളരെയധികം സഹായകമാണ്. അതുപോലെ പ്രമേഹം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും ഫ്ലാക്സ് സീഡ്സ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം പ്രമേഹ രോഗികൾക്ക് എപ്പോഴും പെട്ടെന്ന് വിശപ്പ് വരികയും അവർ ധാരാളം ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഫ്ലാക്സ് സീഡ്സ് കഴിക്കുകയാണെങ്കിൽ ഇതിലുള്ള ധാരാളം ഫൈബേഴ്സ് കാരണം രക്തത്തിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കഴിച്ച ആഹാരം ദഹിച്ച് ഷുഗറായി മാറുന്നത് തടയുകയും അങ്ങനെ രക്തത്തിൽ കലരുന്ന ഗ്ലൂക്കോസിന്റെ അളവ് കുറയുകയും നമുക്ക് പ്രമേഹം നിയന്ത്രിക്കാൻ സാധിക്കുകയും ചെയ്യും. അടുത്തത് നമ്മുടെ എല്ലുകളുടെയും ജോയിന്റിന്റെയും ഒക്കെ ബലത്തിന് ഫ്ലാക്സ് സീഡ്സ് വളരെയധികം സഹായകമാണ്. ഫ്ലാക്സ് സീഡ്സിൽ അടങ്ങിയിരിക്കുന്ന ലിനോളനിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലിന്റെ ഭാരം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു. അതായത് ഫ്ലാക്സ് സീഡ്സിൽ ധാരാളം ആൽഫ ലിനോളനിക് ആസിഡ് ഉണ്ട്. ഇത് നമ്മുടെ എല്ലുകളുടെ ഭാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതായത് മീസൻ കൈമ എന്ന് പറയുന്ന കോശങ്ങളിൽ നിന്നാണ് എല്ലുകളിലെ കോശങ്ങളായ ഓസ്റ്റിയോബ്ലാസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ മീസൻ കൈമയെ പ്രൊമോട്ട് ചെയ്ത് കൂടുതൽ ഓസ്റ്റിയോബ്ലാസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഫ്ലാക്സ് സീഡ്സിൽ ആൽഫ ലിനോളനിക് ആസിഡ് എന്ന് പറയുന്ന രാസവസ്തു സഹായിക്കുന്നു. അങ്ങനെ നമ്മുടെ എല്ലുകൾക്ക് നല്ല ബലം കിട്ടുകയും ഓസ്റ്റിയോപൊറോസിസ് അതായത് തേയ്മാനം മൂലമുണ്ടാവുന്ന പ്രശ്നങ്ങൾ തടയാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന മാഗ്നീഷ്യം ഒക്കെ നമ്മുടെ ജോയിന്റ്സിന്റെ മൂവ്മെന്റ്സ് ഈസിയർ ആക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഫ്ലാക്സ് സീഡ്സ് ബോൺ ഹെൽത്തിന് വളരെയധികം സഹായിക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആസ്മ പേഷ്യൻസിന് ഫ്ലാക്സ് സീഡ്സ് വളരെയധികം ഉപകാരപ്രദമാണ്. അതായത് ഫ്ലാക്സ് സീഡ്സിൽ അടങ്ങിയിരിക്കുന്ന omega-3 ഫാറ്റി ആസിഡ്സും അതുപോലെ മെഗ്നീഷ്യവും നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ അതായത് ശ്വാസനാളത്തിലുള്ള ബ്രോങ്കിയോൾസിനെ ഒക്കെ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിന് വികസിക്കാൻ വേണ്ടി സഹായിക്കുകയും അങ്ങനെ നമ്മുടെ ശ്വാസഗതിയിലുള്ള എല്ലാ അണുക്കളെയും പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആസ്മ പേഷ്യൻസിനൊക്കെ ഫ്ലാക്സ് സീഡ്സ് വളരെയധികം സഹായകമാണ്. ഇനി നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യത്തിന് ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസും അതുപോലെ ലിഗ്നിനും നമ്മുടെ സ്കിന്നിലെ അതായത് പ്രത്യേകിച്ച് മുഖത്തിലുള്ള മസിൽസിനെ ടൈറ്റൻ ചെയ്യാൻ സഹായിക്കുകയും അങ്ങനെ നമ്മുടെ പ്രായമായാലൊക്കെ മുഖം തൂങ്ങിപ്പോവുക അതായത് ചർമ്മം തൂങ്ങിപ്പോകുന്ന ഒരവസ്ഥ വരാറുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ മുഖക്കുരു മാറാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ബോഡിയിലുള്ള ഈസ്ട്രജനെ റെഗുലേറ്റ് ചെയ്യുന്ന വഴി ചിലപ്പോൾ നമുക്ക് മെൻസ്ട്രൽ ഡേറ്റ് അടുക്കുമ്പോൾ വരുന്ന മുഖക്കുരു മാറാനും അതുപോലെ നമ്മുടെ മുഖത്തിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലിനെ മാറ്റിയിട്ട് അങ്ങനെ മുഖക്കുരു വരാനുള്ള ചാൻസസും വളരെയധികം കുറയ്ക്കുന്നുണ്ട്. ഇത് നമുക്ക് ഉള്ളിലേക്ക് കഴിച്ചാലും ഈ എഫക്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഫേസ് മാസ്ക് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനും നല്ലതാണ്. ഇനി നമ്മുടെ ഹെയറിന്റെ ആരോഗ്യം, ഇതിൽ ധാരാളം വൈറ്റമിൻ ബി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയറിനെ വളരെ നല്ല രീതിയിൽ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന omega-3 ഫാറ്റി ആസിഡ് നമ്മുടെ ഹെയർ ഫോള് കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ കൂടുതലുള്ളവർക്ക് ഫ്ലാക്സ് സീഡ്സിന്റെ ജെല്ലുകളോ അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് ഓയിലോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ മുടിയുടെ കരുത്ത് വർദ്ധിക്കുകയും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് പലതരത്തിലുള്ള സീറംസ് ആക്കിയിട്ടും നമുക്ക് ഈ ഫ്ലാക്സ് സീഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പൂയിലൊക്കെ തന്നെ ഫ്ലാക്സ് സീഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഫ്ലാക്സ് സീഡ്സിന്റെ സീറം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഹെയറിൽ എങ്ങനെയാണ് ഫ്ലാക്സ് സീഡ്സ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ വരും.
ക്യാൻസറിനോട് പൊരുതാൻ. ഇതിലടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ക്യാൻസർ സെല്ലിന്റെ ഗ്രോത്തിനെ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി ലേഡീസിലാണെങ്കിൽ നമ്മളെ ബ്രസ്റ്റ് ക്യാൻസറും, ജെൻസിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറും, അതുപോലെ തന്നെ നമ്മുടെ കോളോൺ ക്യാൻസറും ഒക്കെ തടയാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള സ്റ്റഡീസിലൂടെ ഇത് പ്രൂവ് ചെയ്തിട്ടുമുണ്ട്. ദിവസവും ഫ്ലാക്സ് സീഡ്സിന്റെ ഉപയോഗം കാരണം ക്യാൻസർ സെൽസിന്റെ ശരീരത്തിൽ നിന്ന് നശിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഫ്ലാക്സ് സീഡ്സിന്റെ പുറത്തായിട്ട് ഒരു ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന കെമിക്കൽ ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫ്ലാക്സ് സീഡ്സ് അങ്ങനെ തന്നെ ഉപയോഗിക്കരുത്. ഒന്നിരിക്കലും നിങ്ങൾ ഇതൊന്ന് വറുത്തെടുക്കുക. വറുത്തെടുക്കുമ്പോൾ ഈ ഫൈറ്റിക് ആസിഡിന്റെ കണ്ടന്റ് പോവുകയും നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുകയുമില്ല. അപ്പൊ വറുത്ത് നിങ്ങൾക്കൊന്ന് പൊടിച്ച് വെക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മൂടിയിട്ട് വെക്കുക. 10 ദിവസം വരെ ആ പൊടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത് ഫ്ലാക്സ് സീഡ്സ് മുളപ്പിച്ചിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് കഴുകിയെടുത്ത് ഒരു തുണിയിൽ പൊതിഞ്ഞ് വെച്ചാൽ മതി. അപ്പൊ ഇതിന് മുള വരും. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഈ ഫൈറ്റിക് ആസിഡ് കണ്ടന്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ശരീരത്തിന് ദോഷമൊന്നും വരികയില്ല. ഇനി ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിവതും നിങ്ങൾ എന്തെങ്കിലും ഒരു ഫാറ്റിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കുക. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ പാലിൽ ചേർത്തോ ഒക്കെ കഴിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇതിന്റെ ഗുണങ്ങൾ മുഴുവനും നമുക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇത് കഴിക്കുന്ന സമയത്ത് ഇതിൽ നിന്നൊരു HCN എന്ന് പറയുന്ന ഒരു ഗ്യാസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ ഭക്ഷണത്തിന്റെ കൂടെ കഴിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ ചേർക്കുന്ന ഉപ്പ് ഇതിനെ ഡൈല്യൂട്ട് ചെയ്യും. അപ്പൊ ചെറിയ ഉപ്പ് ചേർത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ എപ്പോഴും ഭക്ഷണത്തിന്റെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ മാത്രമേ ഇതിന്റെ ഗുണങ്ങൾ മുഴുവനായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ എത്ര വരെ കഴിക്കാം? അപ്പൊ ആദ്യമായിട്ട് കഴിക്കുന്ന ഒരാളാണെങ്കിൽ 1/2 ടീസ്പൂൺ വെച്ചിട്ട് നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. 1/2 ടീസ്പൂൺ കഴിച്ചു കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് അതിന്റെ ഡോസ് 2 ടീസ്പൂൺ വരെ ആക്കാം. 2 ടീസ്പൂൺ ഒക്കെ കഴിച്ചാൽ മതിയാവും. പൊതുവെ ഒരാൾക്ക് 40 ഗ്രാം വരെ കഴിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പലപ്പോഴും ഡയറിയ, ഛർദി പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 2 ടീസ്പൂൺ വരെ കഴിച്ചാൽ മതിയാകും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, തണുപ്പുള്ള സമയത്ത് നമുക്കൊരു 2-3 ടീസ്പൂൺ വരെ ഇത് കഴിക്കാം. എന്നാൽ ചൂട് കാലമാകുമ്പോൾ നമ്മൾ തണുപ്പ് കാലത്ത് എത്രയാണോ കഴിക്കുന്നത് അതിന്റെ പകുതി മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ ബോഡിക്ക് കുറച്ചും കൂടെ ഹീറ്റ് കൂടുതലായിരിക്കും ഫ്ലാക്സ് സീഡ്സ് കഴിക്കുമ്പോൾ. അപ്പൊ നമുക്ക് സമ്മറിൽ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വേനൽക്കാലമാകുമ്പോൾ, മഴക്കാലത്തോ അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്തോ നിങ്ങൾ കഴിക്കുന്നതിന്റെ പകുതി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ആരൊക്കെ ഇത് കഴിക്കാൻ പാടില്ല? തൈറോയ്ഡ് രോഗമുള്ളവർക്ക് ഫ്ലാക്സ് സീഡ്സ് നല്ലതല്ല, അവർ ഇത് ഒഴിവാക്കണം. അതുപോലെ ഗർഭിണികളായ സ്ത്രീകൾ ഒഴിവാക്കണം. അലർജിക് റിയാക്ഷൻസ് ഉള്ളവർ ഒഴിവാക്കണം. അതുപോലെ തന്നെ വയർ സംബന്ധമായ പ്രശ്നങ്ങൾ, അതായത് അസിഡിറ്റിയോ അല്ലെങ്കിൽ വയറ് വീർപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരും ഈ ഫ്ലാക്സ് സീഡ്സിന്റെ ഉപയോഗം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്ലാക്സ് സീഡ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കണം. അതായത് ഫ്ലാക്സ് സീഡ്സ് നമ്മുടെ ശരീരത്തിലുള്ള വാട്ടർ കണ്ടന്റ് ഒരു പരിധി വരെ വലിച്ചെടുക്കും. അപ്പൊ നമുക്ക് ഡീഹൈഡ്രേഷന് സാധ്യതയുണ്ടാവും. അതുപോലെ വെള്ളത്തിന്റെ അംശം കുറയുമ്പോൾ നമ്മുടെ ദഹനത്തിലും പ്രശ്നങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് നോർമലി നമ്മൾ കുടിക്കുന്നതിനേക്കാളും 3-4 ഗ്ലാസ് അധിക വെള്ളം നിങ്ങൾ ഫ്ലാക്സ് സീഡ്സ് ഉപയോഗിക്കുമ്പോൾ കുടിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫ്ലാക്സ് സീഡ്സ് പൊടിച്ചതോ അല്ലെങ്കിൽ മുളപ്പിച്ചതിനോ ശേഷം കഴിക്കുക. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇടകലർത്തി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ജ്യൂസ് കുടിക്കുമ്പോൾ ജ്യൂസിലിട്ടിട്ടോ, അല്ലെങ്കിൽ സ്മൂത്തീസ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരാണെങ്കിൽ സ്മൂത്തീസിൽ ചേർത്തിട്ടോ, അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിലൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഗുണം മുഴുവൻ ലഭിക്കാവുന്നതാണ്. അതുപോലെ ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 4 ടീസ്പൂൺ വരെ ഫ്ലാക്സ് സീഡ്സ് കഴിക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് 1-2 ടീസ്പൂൺ മാത്രം നിങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്ലാക്സ് സീഡ്സ് ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഓർമ്മയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നമ്മൾ കിട്ടിയ പാടെ റോ ആയിട്ട് ഫ്ലാക്സ് സീഡ്സ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഫൈറ്റിക് ആസിഡ് നിങ്ങളുടെ ദഹന വ്യവസ്ഥയ്ക്ക് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മാത്രം നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.